കാന്തല്ലൂരിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇനി മുതൽ സ്ട്രോബെറി മധുരം നുകരാം. പുതിയ സീസണിലേക്കായി കൃഷി ഇറക്കിയിരുന്ന സ്ട്രോബെറികളിൽ നിന്നും കർഷകർ വിളവെടുപ്പ് ആരംഭിച്ചു. 9 മാസക്കാലം വരെ ഈ വിളവെടുപ്പ് തുടരും. മറയൂരിന്റെയും കാന്തല്ലൂരിന്റെയും മനോഹര കാഴ്ചകൾ കാണുന്നതിനൊപ്പം വിളഞ്ഞു കിടക്കുന്ന ആപ്പിളും സ്ട്രോബെറിയും കണ്ട് അവയുടെ മധുരം നുകരാൻ കൂടിയാണ് സഞ്ചാരികൾ കാന്തല്ലൂരിലേക്ക് എത്തുന്നത്. പുതിയ സീസണിലേക്കായി മാസങ്ങൾക്ക് മുമ്പ് കർഷകർ സ്ട്രോബെറി കൃഷി ഇറക്കിയിരുന്നു. ഈ സ്ട്രോബെറികളിൽ കായ്കൾ നിറഞ്ഞ് മൂപ്പെത്തിക്കഴിഞ്ഞു. സ്ട്രോബെറികൾ പഴുത്തു തുടങ്ങിയതോടെ കർഷകർ വിളവെടുപ്പും ആരംഭിച്ചു. തോട്ടങ്ങളിൽ നിന്നും പറിച്ചെടുത്ത അപ്പോൾ തന്നെ ആവശ്യക്കാർക്ക് സ്ട്രോബെറികൾ കൊണ്ടുപോകാം. കിലോ ഒന്നിന് 600 രൂപയാണ് സ്ട്രോബെറിയുടെ വിൽപ്പന വില. സ്ട്രോബെറി കൃഷി ചെയ്തിട്ട് 60 ദിവസം കഴിഞ്ഞിട്ട് വിളവെടുപ്പ് കിട്ടുമ്പോൾ പിന്നെ 3 മാസമാകുമ്പോൾ കൂടുതൽ ഒരു ഡെയിലി രാവിലെ പറിച്ച് ഫ്രഷായിട്ട് പറിച്ചു കൊടുക്കും. പറിച്ച് വയ്ക്കുന്നില്ല. വരുന്ന ആൾക്കാർക്ക് ഫാമിൽ തന്നെ വെച്ച് പറിച്ച് ഞങ്ങൾ സെയിൽസ് ചെയ്യുക. 600 രൂപ റേറ്റിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ശൈവ കൃഷി ആയത് കാരണം ഇച്ചിരി മുഴുപ്പ് ഇച്ചിരി ഇത് കുറവായിരിക്കും, തൂക്കത്തിന് കുറവായിരിക്കും. എന്നാലും മേടിച്ചുകൊണ്ട് പോകുന്നൊരു സന്തോഷമായിട്ട് മേടിച്ചുകൊണ്ട് പോവുക. അത് കാരണം ഞങ്ങൾ ശൈവ കൃഷിയായിട്ട് ചെയ്യുക. കഴിഞ്ഞ കൊല്ലമൊക്കെ ഞങ്ങൾ 4-5 കൊല്ലമായിട്ട് ഈ കൃഷി തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. തോട്ടങ്ങളിൽ ഇറങ്ങി സ്ട്രോബെറിയുടെ മധുരം നുകർന്ന് ആവശ്യാനുസരണം കായ്കൾ വാങ്ങി മടങ്ങാനുള്ള അവസരം കാന്തല്ലൂരിലുണ്ട്. സ്ട്രോബെറികൾ വാങ്ങാൻ വിനോദസഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. 9 മാസക്കാലം വരെ കാന്തല്ലൂരിൽ ഈ സ്ട്രോബെറി വിളവെടുപ്പ് തുടരും. സ്ട്രോബെറിയിൽ നിന്നും ജാം അടക്കമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരുമുണ്ട്. വിനോദസഞ്ചാരവുമായി കോർത്തിണക്കിയാണ് കർഷകർ ഇപ്പോൾ കാന്തല്ലൂരിൽ സ്ട്രോബെറി കൃഷി ചെയ്തു വരുന്നത്. വിപണി കണ്ടെത്താനുള്ള സാധ്യതയായി കർഷകർ വിനോദസഞ്ചാരത്തെ കാണുന്നു.